ഫെബ്രുവരി 24 ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ നന്ദി നിറഞ്ഞ ഹൃദയം എന്ന തലക്കെട്ടോടു കൂടിയാണ്. ഇവിടെ പലപ്പോഴും നമ്മൾ നന്ദിയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നന്ദിയുള്ളവനായിരിക്കുക എന്ന് പറയുമ്പോൾ ആ രണ്ടാമത്തെ ഡെയിലി റിഫ്ലക്ഷനിലെ അംഗം പറയുന്ന പോലെ വ്യക്തികളെക്കാൾ തത്വങ്ങൾക്ക് മുൻസ്ഥാനം കൊടുത്തുകൊണ്ട് എന്നെ കൊണ്ടുവന്ന ആളോ അല്ലെങ്കിൽ മറ്റ് ഒരു വ്യക്തിയെ പുകഴ്ത്തി പറയുന്ന എന്നെ പോലെ ഒരു സ്വഭാവം. കാരണം അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വേറൊരു വ്യക്തിയെ ഞാൻ പുകഴ്ത്തി പറയുകയും അതിൽ നിന്ന് എനിക്ക് ഒരു പുകഴ്ത്തൽ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന മദ്യാസക്തനായ എന്നെ മാറ്റി തീർത്ത പ്രധാനപ്പെട്ട വാചകമാണത്. ആ നിറഞ്ഞ നന്ദിയുള്ള ഹൃദയം എന്നത്, നന്ദി എന്ന് പറയുന്നത് മുന്നോട്ട് കൊടുക്കേണ്ടതാണ് എന്ന ഓർമ്മ. അവിടെയാണ് വ്യക്തികൾക്ക് പ്രാധാന്യം. ഞാൻ എന്ന വ്യക്തിക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം നൽകി. എന്തിനാണ്? എന്നേക്കാൾ മുന്നേ തത്വങ്ങളെ പ്രതിഷ്ഠിക്കണം. കാരണം എൻ്റെ രോഗത്തിൻ്റെ ശമനത്തിന് ഏറ്റവും നല്ലതാണ് കൂട്ടായ്മയുടെ ഭാഗമായിട്ടിരിക്കാനും അത് നല്ലതാണെന്നുള്ള പറയുന്നുണ്ട്. അവിടെ ഈ രണ്ടാമത്തെ പടിയൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ആ രണ്ടാമത്തെ പടിയെ ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ മേഖലകളിലേക്ക് പ്രവർത്തിക്കാനായിട്ട് അനുവദിക്കുകയും ചെയ്യുമ്പോൾ ശരിയായ വിധേയത്വം എനിക്കവിടെ ഉണ്ടാവുകയും ആ ശരിയായ വിധേയത്തിൽ നിന്ന് ആ ബില്ല് ഗ്രേപ്പ് പോയിന്റിൽ എഴുതിയിട്ടുള്ള ലേഖനത്തിലെ ഭാഗമാണ് ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ. അവിടെ പറയുന്നുണ്ട്, അവിടെ നമ്മളുടെ ഭൗതികവും ആത്മീയവുമായിട്ടുള്ള കാര്യങ്ങളുടെ ഒരു കണക്കെടുപ്പ് നടത്തുമ്പോൾ കൃത്യമായിട്ട് തന്നെ നമ്മുടെ കീഴ്പ്പെടാൻ എവിടെയൊക്കെ തയ്യാറായിട്ടുണ്ടോ അവിടങ്ങളിലെല്ലാം നമുക്ക് മുന്നോട്ടുള്ള ഊർജം, മുന്നോട്ട് പോകാനുള്ള ഊർജം കിട്ടിയിട്ടുണ്ടാവുന്നതാണ്. അപ്പം നന്ദി കൊണ്ട് നമുക്ക് ഇന്ന് ഈ ജീവൻ ബാക്കിയായത് എങ്കിലുകളിൽ നിൽക്കാതെ നമ്മൾ പ്രോഗ്രാമിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകത, ഇന്ന് നമ്മൾ എവിടെയാണോ നിൽക്കുന്നത്, നമുക്ക് എന്താണോ ഉള്ളത് അതിൽ സന്തോഷിക്കാനായിട്ട് നമ്മളെ സാധിക്കും. അവിടെയാണ് ആ നന്ദിയൊക്കെ കടന്നു വരികയാണ്. നമ്മൾ ആ നന്ദി എന്നുള്ളത് കേവലം വാക്കുകളിലേക്ക് പറയുക എന്നുള്ളതല്ല. പലപ്പോഴും എളിമ എന്നൊക്കെ പറയുന്നത് അഭിനയിച്ച് ഫലിപ്പിക്കുന്ന, മറ്റുള്ളവരുടെ മുന്നിൽ വാക്കുകളെ കൊണ്ട് ഏതൊക്കെ തരത്തിലും മാന്ത്രികത കാണിക്കാൻ നമുക്ക് പറ്റുമെന്ന് കരുതുക. നമ്മൾ എളിമയായി അഭിനയിച്ചത് കൊണ്ട്, അല്ലാതെ മാറി നിന്ന് ചിരിച്ചിട്ട് എന്ത് കാര്യം? എളിമ നമുക്ക് അഭിനയിക്കാനൊക്കെ പറ്റും. യഥാർത്ഥത്തിൽ അങ്ങനെയാണ്. നമ്മൾ ആൽക്കഹോളിക്സ് അനോണിമസിലെ നന്ദിയെപ്പോലും നമ്മളൊരു മീറ്റിങ്ങിൽ കേവലം വാക്കുകളെ കൊണ്ട് പ്രകടിപ്പിക്കേണ്ടതല്ല എന്ന ബോധ്യമൊക്കെ എനിക്ക് പ്രോഗ്രാമാണ് തന്നതെന്നുള്ളതാണ്. അത് ഈ പ്രോഗ്രാമിൽ നമ്മൾ ഈ കണക്കെടുക്കുമ്പോൾ അതെങ്ങനെ നമ്മൾ മുന്നോട്ട് കൊടുക്കണം, ഉപാധികളില്ലാതെ മറ്റു മനുഷ്യരുമായിട്ട്. അവിടെ പോലും നമ്മളെ മറ്റൊരാൾ പുകഴ്ത്തേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ മറ്റൊരാളെ പുകഴ്ത്തുക. കാരണം മറ്റൊരാളുടെ വാക്കുകളിൽ ജീവിച്ചിരുന്നപ്പോൾ എനിക്ക് ആരൊക്കെയോ എന്നെ ഉറപ്പിക്കേണ്ട ഒരവസ്ഥയുണ്ട്. കാരണം ഞാൻ നല്ലതാണ് എന്ന് മീറ്റിങ്ങിലും അംഗങ്ങളെയൊക്കെ ബോധ്യപ്പെടുത്തേണ്ട ഒരു ബാധ്യത എനിക്കുണ്ടോയെന്നാണ്. പ്രോഗ്രാം പറഞ്ഞാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് നിന്റെ പരിശോധനയിലാണ്. നീ അത് മീറ്റിങ്ങിൽ ഇപ്പോൾ എന്തൊക്കെ ഡയലോഗ് അടിച്ചിട്ട് വീണ്ടും നമുക്ക് പലതും പറയാൻ പറ്റും. നടക്കാത്ത കാര്യങ്ങൾ പറയാൻ പറ്റും, നമ്മൾ അങ്ങനെയാണെന്ന് പറയാൻ പറ്റും. അതിലൊക്കെ കാര്യമുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ മനസാക്ഷിയോടുള്ള ചോദ്യം. ഈ രാത്രിയൊക്കെ കടക്കുന്ന സമയത്തുള്ള വിലയിരുത്തലില് ഞാൻ എന്തൊക്കെ ബെടായും അല്ലെങ്കിൽ നടക്കാത്ത കാര്യവും വേറൊരാൾക്കിട്ടുള്ള കൊടുക്കലും കുറച്ച് ആൾക്കാരുടെ മുന്നിൽ ആളായിട്ടും അവരെ ഒന്ന് ഇരുത്താനായിട്ടും അങ്ങനെയൊക്കെ പല രീതിയിൽ നമുക്ക് ഇല്ലാത്ത എളിമ അഭിനയിച്ചിട്ടും ഒക്കെ നമുക്ക് ഷെയർ ചെയ്യാം. മറ്റുള്ളവരുടെ മുന്നിലൊരു ഫേക്ക് പേഴ്സണാലിറ്റി ആയിട്ടൊക്കെ ഇങ്ങനെ കാണിക്കാം. നമ്മൾ അങ്ങനെയാണെന്നൊക്കെ ആൾക്കാർ കരുതും. കുറച്ച് കാലം നമ്മൾ പറയില്ല, എല്ലാ കാലത്തേക്കും എല്ലാവരെയും ഒന്നും പറ്റിക്കപ്പെടാൻ നമുക്ക് പറ്റില്ല. നമ്മുടെ സ്വത്വം അത് തുറത്തു വരും. ആ സ്വത്വം നമുക്കും മറ്റുള്ളവർക്കും ഉപദ്രവകരമാകാതിരിക്കണം. യഥാർത്ഥ സന്തോഷവും സമാധാനവും നമുക്ക് ഉണ്ടാവണം നമുക്കുള്ള കാര്യങ്ങളിൽ. അവിടെയാണ് നമ്മുടെ ആത്മീയ പുരോഗതി. ആ ലൗകിക പുരോഗതി എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ലൗകിക പുരോഗതിയിൽ സംതൃപ്തി ഉണ്ടാവുന്ന പറഞ്ഞത്. അത് എന്തുകൊണ്ടറിയോ? ഈ ഭൗതിക പുരോഗതി ഇന്നതായിരിക്കണം എന്നുള്ള ആ കാഴ്ചപ്പാടിൽ നിന്ന് മാറ്റം വന്നിട്ടുണ്ടാവും ആത്മീയ പുരോഗതി ഉണ്ടാവുമ്പോൾ. അപ്പോൾ എനിക്ക് കിട്ടുന്ന കാര്യങ്ങളിൽ സന്തോഷിക്കാൻ, എനിക്കുള്ളതുമായി സന്തോഷിക്കാൻ ഈ പ്രോഗ്രാം എന്നെ പ്രാപ്തമാക്കിയിട്ടുണ്ടാവും. ഇന്നലെ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് ഒരു ഉദാഹരണമായി മാറുന്നു. അവിടെ മറ്റുള്ളവരുടെ പുകഴ്ത്തലുകൾ വേണ്ട, മറ്റുള്ളവരെ ബോധിപ്പിക്കലുകൾ വേണ്ട. നമ്മുടെ പരിശോധനകളിൽ നമുക്ക് തന്നെ അറിയാനായിട്ട്. അപ്പോൾ നമ്മൾ വീണ്ടും 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 നമ്മൾ പറയില്ലേ, വീണ്ടും വീണ്ടും ആളുകളെ വാക്കുകളെ കൊണ്ട് വിശ്വസിപ്പിക്കേണ്ട ഒരു അവസ്ഥ എന്ന് പറയുന്നത് വെറും ദ്രാവിഡാണ്, അല്ലാത്തൊരവസ്ഥയാണ്.
അതിൻ്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. നിറഞ്ഞ നന്ദിയുള്ള ഹൃദയത്തോടു കൂടി, അവിടെയാണ് പ്രധാനമായിട്ട് ബില്ല് സൂചിപ്പിക്കുന്ന ആ പദത്തെ ഞാൻ എടുത്ത ആ നന്ദി നിറഞ്ഞ ഹൃദയം. ഞാൻ സത്യത്തിൻ്റെ മാർഗത്തിലാണ്, ഞാൻ എൻ്റെ മനസാക്ഷിയോട് ഞാൻ എന്തിനാണ് ഇതെല്ലാം ചെയ്യുന്നത്, ഏടെ പ്രവർത്തനം ചെയ്യുന്നതും മറ്റ് നിൽക്കുന്നതൊക്കെ, എനിക്ക് ഇതുകൊണ്ട് സുഖം കിട്ടുന്നു എന്നുള്ളത് തന്നെയാണ് അടിസ്ഥാനം. ഞാൻ സത്യം പറയുന്നതിൻ്റെ കാരണവും സത്യത്തിൻ്റെ മാർഗത്തിലേക്ക് ഞാൻ സഞ്ചരിക്കേണ്ടതും എൻ്റെ സുഖത്തിനാണ് എന്നുള്ളതാണ്. അവിടെ പറയുകയാണ് മറ്റേതൊക്കെ കപടമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ഫേക്കായിട്ടുള്ള ഒരു സാധനത്തിനും എന്നിൽ ഒരു ദുരഭിമാനം എനിക്ക് ഉണ്ടാവില്ല. മറ്റുള്ളവർ അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്നെക്കുറിച്ച് നമ്മൾ പറയില്ല. നല്ലത് പറഞ്ഞാലും എളുപ്പമൊന്നുമല്ല അത്. ചീത്ത പറഞ്ഞാലും ഒരു അഭിപ്രായത്തിലേക്ക് മാറാൻ പറ്റുക എന്നത് എളുപ്പമാണോ? തീർച്ചയായിട്ടും എളുപ്പമല്ല. ഇന്നും അതിൽ പ്രയാസങ്ങളുണ്ടെങ്കിലും പ്രോഗ്രാം വല്ലാതെ സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഞാൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടി എനിക്കുണ്ടാകുന്ന എന്നെക്കുറിച്ചുണ്ടാകുന്ന മോശമായ കാര്യങ്ങളിൽ, എന്നെക്കുറിച്ച് കേൾക്കുന്ന മോശമായ ആ അഭിപ്രായ പ്രകടനങ്ങളിൽ ഞാൻ ഒരു വേള മാറി നിന്നുകൊണ്ട് എന്നിൽ നിന്നിറങ്ങി എന്നെ പരിശോധിക്കാനുള്ള തയ്യാറെടുപ്പ് കൂടി നടത്തുമ്പോൾ എനിക്ക് നന്ദി ഉണ്ടാവും. ഈ കാര്യങ്ങളൊക്കെ എനിക്ക് തിരിച്ചറിയാൻ പറ്റിയല്ലോ, എനിക്ക് തിരുത്താനുള്ളൊരു അവസരമായല്ലോ എന്നാണ്. ന്യായീകരണത്തിൽ നിന്ന് മാറി നിൽക്കാനും എനിക്ക് പറ്റുന്നതാണ്. ദുരഭിമാനം ഉണ്ടാവില്ല. ഒരാൾ എന്നെ കുറ്റപ്പെടുത്തുന്നു എന്നതിന് പകരം അയാൾ എനിക്ക് ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചു തരുന്നു എന്ന് നമുക്ക് അറിയാൻ പറ്റും. കുറേ കാര്യങ്ങളിലാണ് പറയും. അവിടെയാണ് നമ്മുടെ നന്ദി എന്ന് പറയുന്നത്. കേവലം ആൽക്കഹോളിക്സ് അനോണിമസിൽ പോലും ഞാനൊരു നന്ദിയുള്ളവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ നന്ദിയെ കാണിക്കാനായിട്ട് ഞാൻ ഇന്ന് ഇങ്ങനെയാണ് എന്ന് മറ്റൊരാളെയും ബോധിപ്പിക്കേണ്ട കാര്യം നമുക്കില്ല. മറിച്ച് ആ ഹൃദയമിടിപ്പ് പോലും അവിടെ മറ്റുള്ള ആളുകൾക്ക് മനസ്സിലാവും. അവിടെ നമ്മൾ പറയില്ലേ, നമ്മൾ യാഥാർത്ഥ്യത്തോടു കൂടിയാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അത് തീർച്ചയായിട്ടും നമുക്ക് സുഖം കിട്ടും. വേറൊന്നും വേണ്ട, ഒരു ഭയവും ഇല്ലായിരിക്കും നമുക്ക്. നമ്മൾ ചെയ്ത പ്രവൃത്തികളിൽ നമുക്ക് നമ്മളെ തന്നെ ബോധിപ്പിക്കേണ്ട കാര്യങ്ങൾ വരും. നമ്മൾ നമ്മളെ തന്നെ പരിശോധിച്ചറിയും. അവിടെ മറ്റുള്ള ആളുകളുടെ വാക്കുകളും പ്രവൃത്തികളൊക്കെ പതുക്കെ പതുക്കെ നമ്മളെ ബാധിക്കാതെയാകും. നല്ലതും ഉണ്ടാവും, ചീത്തയുണ്ടാവും. ആവശ്യമുള്ള കാര്യങ്ങൾ എടുത്തിട്ട് നമ്മൾ മാറ്റത്തിന് തയ്യാറാവും. നമുക്ക് നന്ദി തന്നെയായിരിക്കും ഓരോ കാര്യങ്ങളോടും, നല്ലതിനോടും ചീത്തയോടും എല്ലാത്തിനോടും നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടി. ചില കാര്യങ്ങൾ നമ്മളെ തിരുത്താൻ സഹായിക്കുന്നതാണെന്നുള്ള ബോധ്യം. ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ആ വിനയത്തിലേക്കൊക്കെ കടന്നു വരാനായിട്ട് അവിടെയാണ് വിമർശനങ്ങളെ നമുക്ക് നേരിടാനുള്ള തയ്യാറെടുപ്പ് ഉണ്ടാകുമ്പോൾ എല്ലാത്തിനോടും നമ്മൾ പറയില്ലേ, എളുപ്പമുള്ളൊരവസ്ഥയല്ല. മറിച്ച് ജീവിതത്തിൽ ഇതെല്ലാം ഒരു അവസരങ്ങൾ, നമ്മുടെ ദുരന്തങ്ങളെയും ദുരിതങ്ങളെയൊക്കെ എങ്ങനെ തരണം ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ പോലും ഇത് എനിക്കൊരു അവസരമായിട്ട്, എനിക്കിത് തിരിച്ചറിയാനായിട്ട് തെറ്റായ ആളുകൾ നമ്മൾ പറയാറുണ്ട്. അവരോട് നന്ദിയോടുകൂടി ഇരിക്കാം. നമ്മളെ കുറേ കാര്യങ്ങൾ പഠിപ്പിക്കാൻ അവരും നമ്മളെ സഹായിക്കുന്നു എന്ന കൃത്യമായൊരു ഓർമ്മപ്പെടുത്തൽ, നന്ദി നിറഞ്ഞ ഹൃദയം എന്നുള്ളത് തീർച്ചയായിട്ടും അതെൻ്റെ ഉള്ളിലുണ്ടായിരിക്കുകയും അത് മറ്റുള്ള അവരിലേക്ക് ബോധിപ്പിക്കലുകളില്ലാതെ അവിരാമം ഒഴുകിക്കൊണ്ടേ ഇരിക്കേണ്ടതുണ്ട്. ആ നന്ദി എന്നുള്ള ഓർമ്മപ്പെടുത്തലോട് കൂടിയാണ് ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ കടന്നു. നമുക്ക് ഒരുമിച്ചുകൊണ്ട് പറയുന്ന തത്വങ്ങളോട് മുന്നോട്ട് പോകാം. ശുഭദിനം, സുപ്രഭാതം.